കേരളത്തിലെ UDF-നെയും LDF-നെയും കുറിച്ച് പലപ്പോഴും BJP കേന്ദ്രങ്ങൾ വിമർശിക്കാറുള്ളത് ഇവിടെ ഗുസ്തി അവിടെ ദോസ്തി എന്നുള്ളതാണ്. നമുക്കറിയാം, കേരളത്തിലെ തെരഞ്ഞെടുപ്പ് സമയത്ത് വലിയ കോലാഹലങ്ങളായിരുന്നു ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിൽ നടത്തിയിരുന്നത്. കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ വരെ വിമർശിക്കുകയായിരുന്നു കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ചെയ്തിരുന്നത്. അദ്ദേഹം പറയുന്നു, പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടാണ്, അത് BJP സർക്കാർ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുകയാണ്, പിണറായി വിജയനെ രക്ഷിക്കുന്നത് BJP ആണ് എന്ന രീതിയിലൊക്കെ തന്നെ പ്രചരണങ്ങളാണ് അവർ നടത്തിയിരുന്നത്. ഡീലുണ്ട്, BJP-യും CPM-ഉം തമ്മിൽ ഡീലുണ്ട് എന്നൊക്കെയായിരുന്നു അവർ ആരോപിച്ചിരുന്നത്. ഇപ്പോഴിതാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ ഡൽഹിയിൽ ഇന്ത്യ സഖ്യത്തിന്റെ പാർലമെന്റ് മെമ്പർമാരുടെ യോഗം ആരുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്? കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെയും അതേപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് യോഗം നടക്കുന്നത്. ആ യോഗത്തിൽ പങ്കെടുക്കുന്നത് കോൺഗ്രസിന്റെ MP-മാർ മാത്രമല്ല, ആ യോഗത്തിൽ പങ്കെടുക്കുന്നത് കേരളത്തിലെ LDF-ന്റെ, കോൺഗ്രസിനെ നിരന്തരം വിമർശിക്കുന്ന LDF-ന്റെ നേതാക്കൾ ജോൺ ബ്രിട്ടാസും CPI MP സന്തോഷ് കുമാറും ഉൾപ്പെടെയുള്ള ആളുകളാണ് നിൽക്കുന്നത്. അവർ ആ യോഗത്തിൽ പങ്കെടുക്കുന്നത്. അവർക്കെതിരായിട്ട് അവരുടെ കൂടെ പങ്കെടുക്കുന്നത് LDF-നെ നിശിതമായി വിമർശിക്കുന്ന, നമുക്കറിയാം KC വേണുഗോപാലുണ്ട്, അതേപോലെ തന്നെ LDF-കാർ CPM-കാർ ഏറ്റവും അധികം വിമർശിക്കുന്ന NK പരമചന്ദ്രനുണ്ട്. അങ്ങനെ ഡൽഹിയിലെത്തുന്ന സമയത്ത് ഇവരൊക്കെ ദോസ്തുക്കളാവുന്നു. ഇവർ കേരളത്തിലെത്തുന്ന സമയത്ത് പരസ്പരം ഏറ്റുമുട്ടുന്നു എന്ന BJP-യുടെ വാക്യങ്ങൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ ശരിവെക്കുന്ന രീതിയിലാണ് ഏറ്റവും ഒടുവിലത്തെ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്.